ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ റിവിഷൻ മാരത്തോണായ പടയോട്ടത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേയധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904, 1912, അതേപോലെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസസ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, നമ്മുടെ വിവിധ കമ്മിറ്റികൾ. അതിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. അതുവരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. അതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് കടക്കുക. അതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങളുടെ നല്ല മാക്സിമം അല്ലെങ്കിൽ പരിപൂർണമായിട്ടുള്ള സപ്പോർട്ടാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന എഫേർട്ടിന് അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത് നിങ്ങൾക്ക് ഒന്നും കൂടി എഫേർട്ട് എടുത്ത് പറഞ്ഞു തരണമെന്ന് തോന്നുമ്പോൾ നമ്മുടെ വ്യൂസും നമ്മുടെ കമൻസും നിങ്ങളുടെ ഷെയറിങ് മനോഭാവമൊക്കെ കാണുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സമയം കഴിയാൻ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെ കുറിച്ചിട്ടായിരുന്നു. ഓൾ ഇന്ത്യ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് കമ്മിറ്റിയാണ് നമ്മളുടെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ACRC ആണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ACRC ആണ്. അപ്പം ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് AM ഖുഷ്രു ആണ് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. RBI ആണ് ഇത് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. RBI ആണ് ഈ ഒരു കമ്മിറ്റിയെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഏത് വർഷമാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്? 1986 അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അവർ 1989 അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവരുടെ റെക്കമെൻഡേഷനാണ് നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇവരുടെ ഒരു റെക്കമെൻഡേഷൻസ് ആണ്. അതേപോലെ ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നതും ഇവരുടെ റെക്കമെൻഡേഷൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് റെക്കമെൻഡേഷൻസ് ഓർക്കുക. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ACRC, ചെയർമാൻ എന്ന് പറയുന്നത് AM ഖുഷ്രു. ഇത് അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് RBI ആണ്. 1986 1989 അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാനുമായിരുന്നു മെയിനായിട്ടും ACRCയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്മിറ്റിയാണ് മാക്ലേഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. മാക്ലേഗൻ കമ്മിറ്റിയെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇമ്പീരിയൽ കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. 1914 അപ്പോയിൻമെൻറ്റ് ചെയ്ത് 1915 റിപ്പോർട്ട് സമർപ്പിച്ചു. അതേപോലെ എഡ്വേർഡ് മാക്ലേഗൻ ആയിരുന്നു ഹെഡ് എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നു അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് EW ബാങ്ക് ആണ് അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാക്ലേഗൻ കമ്മിറ്റി ഇമ്പീരിയൽ കമ്മിറ്റി എന്നറിയപ്പെടുന്നുണ്ട്. 1914 അപ്പോയിൻമെൻറ്റ് ചെയ്ത് 1915 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഹെഡഡ് ബൈ എഡ്വേർഡ് മാക്ലേഗനാണ് ഹെഡഡ് ചെയ്തത്. അപ്പോയിൻറ്റഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ്. സെക്രട്ടറി എന്ന് പറയുന്നത് EW ബാങ്ക് ആണ്. ഇനി ഇവരുടെ റെക്കമെൻഡേഷൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വൺ മാൻ വൺ വോട്ട് എന്നായിരുന്നു ഒന്നാമത്തെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അതേപോലെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫോർമേഷൻസ് ഓഫ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, അതിൻ്റെ ഫോർമേഷൻസ് ആണ്. പിന്നീടുള്ളത് പ്രോവിൻഷ്യൽ ബാങ്ക്, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, അതേപോലെ പ്രോവിൻഷ്യൽ ബാങ്ക്, അതെന്ന റെക്കമെൻഡേഷൻസ് ആയിരുന്നു. അതേപോലെ ഫസ്റ്റ് കമ്മിറ്റി ടു സ്റ്റഡി കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നിയോഗിക്കപ്പെട്ടുള്ള കമ്മിറ്റി ആയിരുന്നു മാക്ലേഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അതേപോലെ ലാക്ക് ഓഫ് ടീച്ചിങ് ഓർ ട്രെയിനിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ. എന്ന് പറഞ്ഞിട്ട് ഈ കമ്മിറ്റിയാണ്. അതേപോലെ 3 ടയർ സിസ്റ്റം ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് 3 ടയർ സിസ്റ്റം ഓഫ് ക്രെഡിറ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതും ഈ ഒരു കമ്മിറ്റിയാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ലോൺ ഷുഡ് ബി ഇഷ്യൂഡ് ടു മെമ്പേഴ്സ് ഓൺലി ആൻഡ് ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസ്. അതായത് മെമ്പേഴ്സിന് ലോൺ ഇഷ്യൂ ചെയ്യുന്നത് പ്രൊഡക്റ്റീവ് പർപ്പസിന് മാത്രമായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റിയും ഈ ഒരു കമ്മിറ്റി തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? വൺ മാൻ വൺ വോട്ട്, അതേപോലെ ഫോർമേഷൻസ് ഓഫ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, ഫോർമേഷൻസ് ഓഫ് പ്രൊവിൻഷ്യൽ ബാങ്ക്, അതേപോലെ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇന്ത്യയിൽ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കമ്മിറ്റി ആയിരുന്നു. ലാക്ക് ഓഫ് ടീച്ചിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നതും ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ്. ലോൺ ഷുഡ് ബി ഇഷ്യൂഡ് ടു മെമ്പേഴ്സ് ഓൺലി ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസ്. അതേപോലെ 3 ടയർ സിസ്റ്റം ഓഫ്. നെക്സ്റ്റ് ആണ് റോയൽ കമ്മീഷൻസ് ഓൺ അഗ്രികൾച്ചർ ആണ് അടുത്ത ഒരു കമ്മിറ്റി എന്ന് പറയുന്നത്.
റോയൽ കമ്മീഷൻസ് ഓൺ അഗ്രികൾച്ചർ നമുക്കറിയാം. എന്താണ് റോയൽ കമ്മീഷൻസ് ഓൺ അഗ്രികൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ള അടുത്തൊരു കമ്മിറ്റിയാണ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. ഒന്ന് മാക്ലേഗൻ കമ്മിറ്റിയാണ്, രണ്ടാമത്തതാണ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. കാൾവേർട്ട് ആയിരുന്നു, ഹെഡഡ് ബൈ കാൾവേർട്ട് ആയിരുന്നു അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത് 1927 റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് 28 റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇനി ഇവരുടെ ഒരു കോട്ടാണ്, ഇഫ് കോർപ്പറേഷൻ ഫെയിൽഡ് there will be failed the best hope of India. If corporation failed, there will be failed best hope of India. There will be failed in the best hope of India എന്ന് പറയുന്നത് ഇവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഇവരുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് റെഗുലേറ്റഡ് മാർക്കറ്റ് നമ്മൾ ഓർക്കുക, റെഗുലേറ്റഡ് മാർക്കറ്റ് ആയിരുന്നു. അതേപോലെ അത് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ടേമാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മറ്റൊരു റെക്കമെൻഡേഷൻസ് ആയിരുന്നു. ലോങ് ടേം ലോൺസ് അറ്റ് ലോവർ എന്ന് പറയുന്നത് ഒരു ലോവർ റേറ്റിന് കൊടുക്കുക എന്ന് പറയുന്നത് മറ്റൊരു റെക്കമെൻഡേഷൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ദ ഫോർമേഷൻസ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്കും ഇവരുടെ റെക്കമെൻഡേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇവരുടെ റെക്കമെൻഡേഷൻസ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ റെക്കമെൻഡേഷൻ. റെഗുലേറ്റഡ് മാർക്കറ്റ്, അതേപോലെ തന്നെ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, ലോങ് ടേം ലോൺസ് ലോ റേറ്റിന് കൊടുക്കുക, ഫോർമേഷൻസ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്, അത് ഓർത്ത് നോക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫോർമേഷൻസ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക് റോയൽ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് ആയിരുന്നു. റോയലിൻ്റെ ലാസ്റ്റത്തെ എൽ എടുത്താൽ നമുക്ക് അവിടെ ലാൻഡ് മോർഗേജ് ബാങ്ക് അവിടെ ഇതാക്കാം. അതേപോലെ സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് റോയൽ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ തന്നെയാണ്. ഈ എച്ച് കാൾവേർട്ട്, ഇതിൻ്റെ ചെയർമാനായിട്ടുള്ള എച്ച് കാൾവേർട്ട് എന്ന് പറയുന്നത് പഞ്ചാബിലത്തെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ പഞ്ചാബിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാർസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. നെക്സ്റ്റ് നമ്മുടെ കമ്മിറ്റീസ് ആണ് വൈദ്യനാഥൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യനാഥൻ കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ചെയ്തത് 2004 ഹെഡഡ് ബൈ വൈദ്യനാഥൻ. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 2006 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. എന്താണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർമുലേറ്റ് പ്രാക്ടിക്കൽ ആൻഡ് ഇംപ്ലിമെൻറ്റബിൾ പ്ലാൻ ആക്ഷൻ ഫോർ റിജുവിനേറ്റ് റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. അതായത് റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിൻ്റെ റിജുവിനേഷൻസ് ആണ്. ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് 2008-2009 യൂണിയൻ ബജറ്റിൽ പ്രസൻറ്റ് ചെയ്തതാണ്. അതേപോലെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പ്രൊഫസർ വൈദ്യനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് റിവൈവിംഗ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അപ്പോൾ ഇവർ പ്രകാരം വൈദ്യനാഥൻ കമ്മിറ്റി 2004 അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു, 2006 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. എന്താണ് ആക്ഷൻ പ്ലാൻ ഫോർ റിജുവിനേറ്റ് റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ, അതാണ് മെയിനായിട്ട് റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്മിറ്റിയാണ് 1000 കമ്മിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്മിറ്റിയാണ് ടൗൺസെൻഡ് കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. ടൗൺസെൻഡ് കമ്മിറ്റീനെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് മദ്രാസ് ആണ് അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ 1926 അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ട് 1928 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്കിൻ്റെ റെക്കമെൻഡേഷൻസ് ആയിരുന്നു. അപ്പോൾ മാറിപ്പോകരുത്, ലാൻഡ് മോർഗേജ് ബാങ്ക് പറഞ്ഞിട്ട് റോയൽ കമ്മീഷൻസും സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് പറഞ്ഞിട്ട് ടൗൺസെൻഡ് കമ്മിറ്റിയുമായിരുന്നു. നെക്സ്റ്റ് ആണ് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി. അടുത്തൊരു കമ്മിറ്റിയാണ് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിന് ഹെഡ് ചെയ്യുന്നത് ആർ ജി സരയ്യ ആയിരുന്നു. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോയിൻമെൻറ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്. 1945 അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു. 46 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അവരുടെ മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്
പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, MPCS, മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരുന്നു. അതേപോലെ മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ, ടീച്ചിങ് ഓഫ് കോപ്പറേഷൻ ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചിങ് ഓഫ് കോപ്പറേഷൻ ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ്, കോപ്പറേറ്റീവ്സ് ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയാണ്, സരയ്യ കമ്മിറ്റി, അല്ലെങ്കിൽ അതിന് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ സരയ്യ കമ്മിറ്റി എന്ന് പറയും. സ്കൂൾസിലും കോളേജസിലും കോപ്പറേറ്റീവ് ഒരു ഇതാക്കി പഠിപ്പിക്കുക എന്നതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എന്നതാണ് റെക്കമെൻഡേഷൻസ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റീസ് ആണ് ശ്രീറാം കമ്മിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീറാം കമ്മിറ്റിയുടെ ഉദ്ദേശം എന്തായിരുന്നു? കേരള ബാങ്ക് ഇപ്പോൾ ഫോർമേഷൻ ചെയ്തിരിക്കുന്ന കേരള ബാങ്കിൻ്റെ ഫോർമേഷൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന കമ്മിറ്റിയാണ് ശ്രീറാം കമ്മിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്ഷൻ 14A ആണ് നമ്മുടെ കേരള ബാങ്ക് ഡീൽ ചെയ്യുന്നത്. അതേപോലെ അത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയനാണ് 6th ഡിസംബർ 2019 അത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് മാൽക്കോം ഡാർലിംഗ് കമ്മിറ്റിയെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. 1935 അപ്പം മാൽക്കോം ഡാർലിംഗ് ഇസ് ദ ചെയർമാൻ സ്റ്റഡി ടീം ഓഫ് സ്ട്രക്ചർ ഓഫ് പാക്സിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുള്ളത് മാൽക്കോം ഡാർലിംഗ് കമ്മിറ്റിയാണ്. 1 വില്ലേജ് 1 സൊസൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 വില്ലേജ് 1 സൊസൈറ്റി എന്ന് പറയുന്നത് ഇവരുടെ ഒരു റെക്കമെൻഡേഷൻസ് ആയിരുന്നു. 1 വില്ലേജ് 1 സൊസൈറ്റി എന്ന് പറയുന്നത് ഇവരുടെ ഒരു റെക്കമെൻഡേഷൻസ് ആണ്. അതേപോലെ തന്നെ മാൽക്കോം കമ്മിറ്റി റെക്കമെൻഡ് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു മാൽക്കോം ഡാർലിംഗ് കമ്മിറ്റി. അപ്പോൾ മാൽക്കോം ഡാർലിംഗ് കമ്മിറ്റി ആരാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു. 1 വില്ലേജ് 1 സൊസൈറ്റി ഫോം ചെയ്തിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. നെക്സ്റ്റ് ഇപ്പം നമുക്ക് കുറച്ച് കമ്മിറ്റിയും അവരുടെ റെക്കമെൻഡേഷൻസ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് കമ്മിറ്റി ഓൺ ലാംസ് എന്നറിയപ്പെടുന്നത് ബാവ കമ്മിറ്റിയാണ്. കമ്മിറ്റി ഓൺ ലാംസ് എന്നറിയപ്പെടുന്നത്. ദെൻ കമ്മിറ്റി ഓൺ ഓവർഡ്യൂസ് എന്നറിയപ്പെടുന്നത് CD ഡാറ്റേ കമ്മിറ്റിയാണ്. കമ്മിറ്റി ഓൺ ഓവർഡ്യൂസ് എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ CSEBക്ക് ചോദിച്ചിട്ടുണ്ടായ ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു EFT റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. EFT റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ആരായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ കമ്മിറ്റിയാണ് നമ്മുടെ EFT റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ KCC കിസാൻ ക്രെഡിറ്റ് സ്കീം റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഗുപ്ത കമ്മിറ്റിയാണ്. KCC റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കേരള ബാങ്ക് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്? ശ്രീറാം കമ്മിറ്റിയാണ് കേരള ബാങ്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ കമ്മിറ്റി ഓൺ ഹാൻഡ്ലൂം എന്ന് പറയുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റിയാണ്. കമ്മിറ്റി ഓൺ ഹാൻഡ്ലൂം എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ടുള്ള കമ്മിറ്റിയായിരുന്നു. അതേപോലെ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റിയാണ് ഇത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ കമ്മിറ്റി ഓൺ കൺസ്യൂമർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് നടേശൻ കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ അതിനറിയപ്പെടുന്നത് നടേശൻ കമ്മിറ്റി എന്നാണ്. കമ്മിറ്റി ഓൺ കൺസ്യൂമർ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നടേഷൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ആണ് SHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ റെക്കമെൻഡേഷൻ SK കാളിയ കമ്മിറ്റിയാണ്. SK കാളിയ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇതുണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ് ആണ്
എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ആ ഒരു കമ്മിറ്റിയുടെ അത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വേണമെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് പേ കമ്മീഷൻസ് ആണ്. 1957 പേ കമ്മീഷൻസ് ആണ് ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള കമ്മിറ്റികൾ, നിങ്ങൾ ഓർത്തെടുക്കേണ്ട കമ്മിറ്റികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ആണ് നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, NCUI, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്? 1929 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. പിന്നെ എന്താണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ന്യൂഡൽഹിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഒരുപാട് അപ്പെക്സ് അസോസിയേഷൻസുകളുണ്ട്. അതേപോലെ പൂനെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഒരുപാട് അസോസിയേഷൻസുകളുണ്ട്. ദെൻ മുംബൈ ആയിട്ടുള്ളത് ഒരുപാട് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതായത് ഏതൊക്കെ സ്ഥാപനങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് നാഷണൽ ലെവൽ ഫെഡറേഷൻസും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞ്. NCUI അതായത് ഇനി പറയാൻ വേണ്ടി പോകുന്നത് ന്യൂഡൽഹി ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നതാണ്. ഏതൊക്കെ ന്യൂഡൽഹി ആയിട്ട് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്? NCUI, അതേപോലെ NCDC, ദെൻ ഹഡ്കോ ആണ് ഹൗസിംഗ് കോർപ്പറേഷൻ, ഹഡ്കോ. പിന്നെ എന്താണ് NHB നാഷണൽ ഹൗസിംഗ് ബോർഡ്, NHB. അതേപോലെ NCCT, പിന്നെ എന്താണ് വരിക? IFFCO, IFFCO അതിൽ പെടുന്നതാണ്. പിന്നെ വരുന്നത് NCHF, അതേപോലെ NAFICS, അതേപോലെ NAFED, ഓൾ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ് ബോർഡ്, NCCF, ട്രിഫെഡ് ഇവയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡൽഹിയിലാണ്. എന്നു പറയുന്നത് മുംബൈ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നവയാണ്. നബാർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയിലാണ്. RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. LICയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. SBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. അതേപോലെ നാഫ്സ്കോപ്പിൻ്റെതും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയിലാണ്. KVICയുടേതും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയിലാണ്. പിന്നെ വരുന്നത് ലക്നൗ ആസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ലക്നൗ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത്. രണ്ടെണ്ണം മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് സിഡ്ബി, നെക്സ്റ്റ് വൺ ആണ് ബേർഡ്. ദെൻ പൂനെ ആസ്ഥാനമാക്കിയിട്ടുള്ളത് ഒന്നാണ് വാമിനിക്കോം ആണ്. അതേപോലെ ഗുജറാത്ത് നമുക്കറിയാം NDDB ഗുജറാത്ത് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ദെൻ മാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ക്യാംകോ ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവയൊക്കെ ഫുൾ ഫോം ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ലാംസ് എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ആദിവാസി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അതേപോലെ തന്നെ ഹഡ്കോ ഹൗസിംഗ് ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ഇതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് NCUIനെ കുറിച്ചിട്ടാണ്. അപ്പോൾ NCUI എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള 1929 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. അപ്പോൾ NCUI എന്ന് പറഞ്ഞാൽ NCUIയെ നമ്മൾ നാഷണൽ സ്പോക്മാൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടും. നാഷണൽ ലെവൽ സ്പോക്മാൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്പോക്മാൻ ആണെന്ന് പറഞ്ഞു. അതേപോലെ NCUI രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മൾട്ടി യൂണിറ്റ് ആക്ട് ഓഫ് 1942. ഇത് റിലേറ്റഡ് വിത്ത് ഗൊർഹാൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്. ഗൊർഹാൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ഇത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്.
അതേപോലെ ഇത് 3 ടയർ സ്ട്രക്ചറാണ്. 3 ടയർ സ്ട്രക്ചറാണ് ജനറൽ ബോഡി, ഗവേണിംഗ് കൗൺസിൽ, എക്സിക്യൂട്ടീവ് ബോഡി. ഇതൊരു 3 ടയർ സ്ട്രക്ചറാണ് ജനറൽ ബോഡി, ഗവേണിംഗ് കൗൺസിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അങ്ങനെയാണ് 3 ടയർ. അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡിയുടെ ടേം എന്ന് പറയുന്നത് 3 years ആണ്. അതേപോലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡി ഇൻ ദ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ് NCUI എന്ന് പറയുന്നത്. ദെൻ കോപ്പറേറ്റീവ് വീക്ക് ഇൻ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് അണ്ടർ ദ ഓസ്പീഷ്യസ് ഓഫ് NCUI ആണ്. അതേപോലെ NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്, NCCT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് NCUI ആണ്. അതേപോലെ അവർക്ക് 2 പബ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് മന്ത്ലി പബ്ലിക്കേഷൻസും ക്വാർട്ടർലി പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. മന്ത്ലി പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ കോർപ്പറേറ്റർ ആണ്, മാറിപ്പോകരുത്. ദ കോർപ്പറേറ്റർ NCUIയുടെ മന്ത്ലി പബ്ലിക്കേഷൻസ് ആണ്. ക്വാർട്ടർലി പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ, ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ ആണ് ക്വാർട്ടർലി പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അതേപോലെ NCUIയുടെ ഗവേണിംഗ് കൗൺസിലിൽ 24 മെമ്പേഴ്സ് ആണുള്ളത്. 24 മെമ്പേഴ്സ് ആണുള്ളത്. പിന്നെ നമുക്ക് എന്താ പറയാൻ വേണ്ടി പറ്റുന്നത്, NCUIയുടെ മെമ്പേഴ്സ് ആണ് RBI, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ ഫെഡറേഷൻസ്, ഓൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ്, ഇതൊക്കെ അതിലെ മെമ്പേഴ്സ് ആണ്. ദെൻ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് ഓരോ 6 months, ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഇയർ ആണ്. കോപ്പറേറ്റീവ് ഇയർ മാറിപ്പോയത്. കോപ്പറേറ്റീവ് ഇയർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് 6 months മുമ്പാണ് ഇവർ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് NCUI. NCUIയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡൻ്റ് ആണ്. അതേപോലെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് NCUI എന്ന് പറയുന്നത് ലല്ലുഭായ് ശ്യാമൽദാസ് ഗുപ്തയാണ്. ലല്ലുഭായ് ശ്യാമൽദാസ്, ഇവിടെ ഞാൻ എഴുതി കാണിച്ചു തരാം, അദ്ദേഹത്തോട് നോട്ട് ചെയ്യുക. ലല്ലുഭായ് ശ്യാമൽദാസ് ഗുപ്തയാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം 1929 എസ്റ്റാബ്ലിഷ് ചെയ്തത് ന്യൂഡൽഹിയിലാണ് എന്ന് പറഞ്ഞു. സ്പോക്ക് പേഴ്സൺസ് ആണ്, നാഷണൽ ലെവൽ സ്പോക്ക് പേഴ്സൺസ് ആണ്. മൾട്ടി യൂണിറ്റ് ആക്ട് ആണ്. 1942 ഗൊർഹാം കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്. അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ബോഡി 3 years ആണ്. 2 മന്ത്ലി പബ്ലിക്കേഷൻ ദ കോർപ്പറേറ്റർ, അതേപോലെ ക്വാർട്ടർലി പബ്ലിക്കേഷൻ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാം. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ മറ്റൊരു ഭാഗമായി പിന്നീട് കാണാം. അതുവരെയും ബൈ.